ഗംഗ എന്ന് പറയുന്നവരെ കൂടി താങ്കൾക്ക് അറിയുമായിരിക്കുമല്ലോ അല്ലേ ശ്രീ വിജയൻ? അവരുടെ കരച്ചിൽ ഇപ്പോൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അവരുണ്ട് എന്റെ കൂടെ ശ്രീമതി ഗംഗ. വിജയൻ എന്ന് പറയുന്ന താങ്കൾ കരാറുകാരൻ ഇവിടെയുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സമ്മതപ്രകാരമാണ് അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതാണ്. പിന്നെ പാറ പൊട്ടിക്കാനുള്ള ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാർ. പാറ പൊട്ടിക്കാനുള്ള സമ്മതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ അത് കൊണ്ടുപോകാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല. പാറ പൊട്ടിച്ചോളാൻ വേണ്ടി, കാരണം എങ്കിലും എനിക്ക് അവിടെ വീട് വെക്കാൻ പറ്റുള്ളൂ. കൊണ്ടുപോകാനുള്ള അധികാരം ഞാൻ സാറിന് തന്നിട്ടില്ല. പാറ പൊട്ടിച്ച് കൊണ്ടുപോകാനുള്ള അധികാരമാണ്. പാറ പൊട്ടിച്ച് മാറ്റി ഞാൻ ഈ ബ്രേക്കറും ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് പാറ പൊട്ടിച്ച് എനിക്ക് നിങ്ങളെ നന്നാക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിന്റെ മുതലായ പൈസ എനിക്ക് കിട്ടണ്ടേ? അതാ അവിടെയാണ് കാര്യം. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, താങ്കൾ ഇത്രയധികം തുകയ്ക്ക് അത് വിൽക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾ ഇവിടെ അവർക്ക് ഭൂമി നിരപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ സാധാരണ ജോലികൾ ചെയ്യുന്നവരാണ്, അവരെ പറ്റിച്ച് ഒരു മുക്തിയാർ ഉണ്ടാക്കി അത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണും കല്ലും ഒക്കെ പുറത്തു കൊണ്ടുപോയി വിറ്റ് ലാഭമുണ്ടാക്കി. അതാണ് കൃത്യമാണ്. അത് ലാഭം ഉണ്ടാക്കിയതല്ല, അവരെ പറ്റിച്ചതല്ല. അവര് രേഖാമൂലം മുക്തിയാർ അവര് പ്ലോട്ട് റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് മുക്തിയാർ തന്നതാണ്. അതുപോലെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി അല്പ താമസമുണ്ട്, അതിന്റെ ലെവലാക്കി കൊടുക്കുന്ന താമസം മാത്രം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അത് നിങ്ങൾ സബ് ഡിവിഷൻ ഓഫീസിൽ പോയി മണ്ണെടുത്തത് കുഴിച്ചിട്ടൊക്കെയാണ്. അല്ല, കുഴിച്ചിട്ടെങ്കിൽ ലെവലാക്കി തരാൻ വേണ്ടി അവർ സമ്മതിക്കില്ല, ബാക്കിയുള്ള സമ്മതിക്കില്ല. അത് നിരപ്പാക്കി തരാൻ നമ്മൾ എപ്പോഴും വില്ലിങ്ങാണ്. നമ്മള് മണ്ണ് ലെവലാക്കി തരാൻ നമ്മൾ വില്ലിങ്ങാണ്. അല്ല, ഇങ്ങനെ നമ്മള് മണ്ണ് ലെവലാക്കി പാറയും മണ്ണും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എങ്ങനെ പിന്നെ നമ്മൾ സമ്മതിക്കും? അതാണ് അവർ ഉദ്ദേശിക്കുന്നതിലപ്പുറം അവിടെ കുഴിച്ചു കഴിഞ്ഞു ശ്രീ വിജയൻ. ആ പ്രശ്നം താങ്കൾക്ക് എന്താണ് മനസ്സിലാവാത്തത്? ഇനിയും അവിടെ ഇവര് പറഞ്ഞതിന് അത്ര കുഴിച്ചിട്ടില്ല, അത് ലെവലാക്കി നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. ശരി വിജയൻ, ഒരു നിമിഷം കൂടി തുടരണം. ഞങ്ങളുടെ പ്രതിനിധി റഹീസ് അവിടെയുണ്ട്. രാജൻ എന്ന് പറയുന്ന ആളും റഹീസിനൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. റഹീസ്, എന്താണ് രാജന്റെ ഈ കാര്യത്തിലുള്ള പ്രശ്നം? ഇതേപോലെയുള്ള സാഹചര്യമാണോ അവിടെയുള്ളത്? വിനിത, ഇതുവരെ പറഞ്ഞ 6 പേർ സാങ്കേതികമായ ചില അനുമതി വാങ്ങിയതിനു ശേഷം അവരുടെ ഭൂമിയിൽ നിന്ന് മണ്ണും കല്ലും എടുത്തത് ആണെങ്കിൽ, എനിക്കൊപ്പം നിൽക്കുന്ന രാജൻ ആ തരത്തിലുള്ള ഒരനുമതിയും നൽകിയിട്ടില്ല. 5 സെന്റ് സ്ഥലമാണ് രാജന്റെ ഭൂമിയിൽ നിന്ന് ഇദ്ദേഹം, ഈ പറയുന്ന വിജയൻ എന്നയാൾ, ഞാൻ നിൽക്കുന്നതാണ് രാജന്റെ ഭൂമി. ഈ ഭൂമിയിൽ എത്രത്തോളം മണ്ണും കല്ലും എടുത്തു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ കാണാം. ഈ കാണുന്ന ഈ മല കണ്ടോ? ഈ മല കാണുന്ന ആ ഉയരത്തിൽ ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു, ഇവിടെ മണ്ണുണ്ടായിരുന്നു, കല്ലുണ്ടായിരുന്നു. അത് ഇടിച്ച് നിരത്തി ഏതാണ്ട് 20 അടിയെങ്കിലും കാണും ഇവിടെ നിന്ന് നോക്കിയാൽ. അത് ഇടിച്ച് നിരത്തി ഇവിടെ ഈ കാണുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. രാജനാണെങ്കിൽ വെങ്ങാനൂർ പഞ്ചായത്തിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിന്റെ കൂടെ 3 ലക്ഷം കൂടെ ഇട്ട് 1 സെന്റിന് 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ച 5 സെന്റ് സ്ഥലമാണിത്. ഈ സ്ഥലത്ത് നിന്ന് പാറ മാറ്റാനോ മണ്ണ് കൊണ്ടുപോകാനോ ഒരനുമതിയും കൊടുത്തിട്ടില്ല. രാജൻ തന്നെ അക്കാര്യത്തിൽ ഒരനുമതിയും നമ്മൾ കൊടുത്തിട്ടില്ല. എന്റെ പേരിൽ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല. ഞാൻ ഒരു പേപ്പറിൽ ഒപ്പിട്ടിട്ടില്ല. ശ്രീ വിജയൻ, രാജൻ പറയുന്നത് നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് രാജന്റെ ഭൂമിയിൽ നിന്ന് താങ്കൾ മണ്ണും കല്ലും ഒക്കെ മാറ്റിയത്? ഞാൻ പറയാം, മറുപടി പറയാം. ഹലോ, അതിന്റെ മറുപടി ഞാൻ പറയാം. പറയൂ. ഹലോ, അതിന്റെ മറുപടി പറയാം. രാജൻ രവിയുടെ കയ്യിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. രവി കൂടെ കരാറുണ്ടാക്കിയാണ് ആ മണ്ണ് അവിടുന്ന് മണ്ണെടുത്ത് മാറ്റി മണ്ണെടുത്ത് മാറ്റി. അതിനുശേഷമാണ് രാജൻ ഇടപാട് ചെയ്തപ്പം രവി എന്ന് പറഞ്ഞ അതിന്റെ ഉടമസ്ഥ എന്റെ അടുത്ത് പറഞ്ഞു, ആ പ്ലോട്ട് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അത് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അതിൽ നിന്ന് രാജൻ ഇടപാട് ചെയ്തതിന് ശേഷം ഞാൻ അവിടുന്ന് ഒരു പൊടി കല്ലോ മണ്ണോ ഞാൻ അതിനെടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ പാറ മാറ്റാനുള്ള അവകാശം എനിക്കില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ഇതിന്റെ ഉടമസ്ഥൻ രവിയും തമ്മിലാണ് ഇടപാട്. അതിന്റെ ഉടമസ്ഥൻ ഞാനും കൂടെ കരാർ. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടുന്ന് മണ്ണ് മാറ്റിയത്. അത് ഇവിടുന്ന് പഞ്ചായത്തിന്റെ പാസ് ഉപയോഗിച്ചാണ് നമ്മൾ മാറ്റി. ഒരു നിമിഷം, രാജൻ അങ്ങനെയാണോ രവിയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഭൂമി കുഴിച്ചതെന്നാണ് പറയുന്നത്? അങ്ങനെയല്ല, എന്റെ വ്യാഴാഴ്ച എന്നാണ് ഈ കല്ല് പൊട്ടിച്ചിരിക്കുന്നത്. ഈ വ്യാഴാഴ്ച എന്റെ പുരയിടത്ത് നിന്ന് കല്ല് മാറ്റിയിരിക്കുന്നു.
മണ്ണും മാറ്റിയിരിക്കുന്നത്. വണ്ടി അതാ കിടപ്പുണ്ട്. അതിന് മുമ്പേ അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് അനുവാദമോ ഏതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ മാർച്ച് 21-ാം തീയതി ഇടപാട് ചെയ്യുന്നു. മാർച്ച് 21-ാം തീയതി ഇടപാട് ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ കല്ല് പൊട്ടിച്ചിരിക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെതിരായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഏതിന്? രാജന്റെ ഭൂമിയിൽ നിന്ന് മണ്ണ് മാറ്റിയതിന് രാജൻ പരാതി പറഞ്ഞതിനോ? ഞാൻ പരാതിക്ക് ചെന്നപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് എന്റെ വസ്തുവാണെന്ന് തെളിയിക്കേണ്ട രേഖ എന്താണ്, ആധാരം പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പ്രമാണമൊക്കെ കയ്യിലിരിക്കും, പലരും ഉണ്ടാക്കും പ്രമാണം എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. നെരുവാട് സ്റ്റേഷനിൽ പറഞ്ഞത്. അങ്ങനെയല്ല. വിജയൻ എന്താ പറഞ്ഞ എല്ലാവർക്കും കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? വിജയ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്കും ഈ പഞ്ചായത്തിലെ പീയൂണ് വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. ശരി വിജയ്, ബ്ലോക്കിലെ മുമ്പർ വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നാണ് എന്നോട് പറഞ്ഞത്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം, വീട് നിർമ്മിക്കാൻ പറ്റാത്ത വിധം അവിടെ ഒരു കോറി എന്ന കണക്ക് കിടക്കുകയാണ്. റഹീസ് റഷീദ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഏതാണ്ട് 3 നാൾ പൊക്കത്തിലാണ് അവിടെ മണ്ണും കല്ലും ഒക്കെ നീക്കുകയും ചെയ്തിരിക്കുന്നത്. റഹീസ്, ഇക്കാര്യത്തിൽ വിജയന്റെ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് രാജൻ ഇപ്പോൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ നിയമ നടപടികളിലേക്ക് കൂടി ഈ കുടുംബങ്ങൾ കടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളും കാഴ്ചകളും ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കാരണം കൃത്യമായ ഒരു പരാതിയാണ്. വിജയൻ എന്ന കരാറുകാരന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതൊരു നിയമ നടപടിയിലേക്ക് പോയിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടും ഇതിൽ ദുരനുഭവങ്ങളാണ് ഉണ്ടായി എന്നതാണ് രാജൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.